അതെ, ഇന്ന് ഈവനിങ്ങേ 9:30 ആയപ്പോൾ ഒരു ക്രേവിങ്സ് വന്നു. എന്താണെന്നറിയോ? പഴംപൊരി കഴിക്കാനായിട്ട്. അപ്പോൾ 9:30 ആയാലും ശരി 12 മണിയായാലും ശരി നമ്മുടെ ക്രേവിങ്സ് മാറ്റിയിട്ട് അടങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മേടിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഐസായിട്ടാണ് കിട്ടിയത്. സോ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആവുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നല്ല ബ്രൗൺ കളറിലിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ അമ്മ ഉണ്ടാക്കുന്നത് അബിക്കും ഇഷ്ടമല്ല, ജാൻവിക്കും ഇഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കണതാണ് ഇഷ്ടം. പിന്നെ ഞാൻ മൈദ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പൊടികളായിട്ട് വേറെ എന്താ പറയുക, അരിപ്പൊടി, റവ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. സോ ഇങ്ങനെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് നമ്മൾ സെപ്റ്റോന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഭയങ്കര കട്ടിയായിരുന്നു. എന്തോരം നേരം വെള്ളത്തിലിട്ടിട്ടും അത് പോകണ്ടായിരുന്നില്ല. അങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തു, കുക്കറിലിട്ടു. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചെടുത്തു. അതാണ് ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ്റെ കുടുംബത്തിലൊക്കെ പെടുമെന്ന് വെച്ചാൽ പെടുവായിരിക്കും. ഞാൻ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, തക്കാളി ഇത്രയും ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് അത് നമ്മൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ചിട്ട് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് ഇത്. ഏറ്റവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കള്ളുടിക്കുമ്പോഴൊക്കെ സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കറിയാണ് കേട്ടോ. പിന്നെ എനിക്ക് എന്ത് ചിക്കൻ കറി ഉണ്ടാക്കിയാലും എനിക്കതിൽ തൈര് മസ്റ്റാണ്. ഇപ്പോൾ ചിക്കൻ്റെ പീസസൊക്കെ നല്ല സോഫ്റ്റ് ആവും. ഇപ്പോൾ കുക്കറിലിട്ടേക്കണോണ്ട് സോഫ്റ്റ് ആവാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും എനിക്ക് തൈര് ചേർക്കണം. ഓക്കെ, പിന്നെ കുക്കറിലിട്ടതുകൊണ്ട് ഭയങ്കര കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഒരുപാട് പൊടികളോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഞാൻ വാരിക്കോരി ഇടുന്നില്ല. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹോൾ കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്യാണ്. വളരെ യമ്മി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇനി നമ്മളിതിലോട്ട് ചിക്കൻ്റെ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ വേറെ ലെവൽ കറിയാവും. പിന്നെ ഒരു കാര്യം പറയാം, അത്യാവശ്യം നല്ല സ്പൈസിയാണ് ഈ കറി. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവിയിൽ എടുക്കാം. അപ്പം ഞാൻ ഇന്നൊന്ന് കുറച്ചൊരു റോസ്റ്റ് പോലെ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറുണ്ടല്ലോ. ഞാൻ ഞങ്ങളുടെ ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റൈൽ പെപ്പർ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉണക്ക മാങ്ങ അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് ഞാനിവിടെ അച്ചാറിട്ടതാണ്. സോ അതും എടുത്തിട്ടുണ്ട്. എമ്മി ഡിന്നർ. ഞാൻ പറഞ്ഞില്ലേ, ഈ ചിക്കൻ കറിക്ക് നല്ല സ്പൈസി ആണെന്ന്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു മധുരം കഴിക്കാനൊക്കെ ഉള്ള ഒരു ഡിന്നർ കഴിയുമ്പോൾ മധുരം കഴിക്കാനുള്ള ഒരു ത്വരയുണ്ട്. അപ്പം ഞാനിവിടെ മേടിച്ച് വെച്ചിട്ടുള്ളത് ഗുൽക്കണ്ടാണ്. അപ്പം അതും കൂടെ കഴിക്കാം. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. ടാറ്റാ ബൈ ബൈ, സീ യു.